പ്രളയസമാനമായ സാഹചര്യം നേരിട്ടിട്ടും പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി വിരുന്നിന് പോയത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകി. അതിതീവ്ര മഴയായിരുന്നു. ആളുകളെ മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അടുത്ത പ്രളയം വരെ കാത്തിരിക്കുന്നില്ല, ഉടൻ എല്ലാ നീക്കങ്ങളും ചെയ്യും എന്ന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഈ വിവാദങ്ങളിലേക്ക് കൂടി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അത് താൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു, എല്ലാ ഇടപെടലും നടത്തിയിരുന്നു. എല്ലാ മന്ത്രിമാരും ജില്ലകളിലേക്ക് പുറപ്പെട്ടിരുന്നു, പണം അനുവദിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. CPM പറയുന്നതിനനുസരിച്ച് പോകാൻ കഴിയില്ല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെത്തിയ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. നേരത്തെ അദ്ദേഹം ദുരന്ത നിവാരണ സമിതിയുടെ യോഗം ചേർന്നതിന് ശേഷം തിരുവനന്തപുരത്തും വാർത്താസമ്മേളനം നടത്തി വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. എന്തായാലും പത്തനംതിട്ടയ്ക്ക് പ്രഥമ പരിഗണന തന്നെ നൽകും എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഈ ദുരന്ത സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിരുന്നില്ല. ഇന്നലെയും ഒക്കെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ജില്ല ഇപ്പോഴുള്ളത്. നമുക്കൊപ്പം ശശിനാരായണൻ കൂടി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഉച്ചയോടെയാണ് റെഡ് അലർട്ട് വന്നത്. 1 മണിയോടെ റെഡ് അലർട്ടിൽ പത്തനംതിട്ടയും ഉൾപ്പെടുന്നു എന്ന വിവരം വന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ് ജില്ലയിലുള്ളത്. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? രാത്രിയോടുകൂടി മഴ ശക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കരുതാൻ വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണുള്ളത്? ഈ വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാട്ടിയ എല്ലാവരെയും തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടർന്നിരുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്? രേണുക, രാത്രിയിൽ ഒരുപക്ഷെ മഴ പെയ്താൽ അത് ശക്തമായി നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പത്തനംതിട്ടയിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ബോട്ടടക്കം, ഇപ്പോൾ NDRF സംഘം, കുട്ടവഞ്ചി അടക്കമുള്ള കാര്യങ്ങൾ, രക്ഷാസന്നദ്ധ സംഘടന പ്രവർത്തകർ, അങ്ങനെ ഫയർഫോഴ്സിന്റെയും അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ പത്തനംതിട്ടയിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് സന്ദർശനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. പത്തനംതിട്ടയ്ക്ക് പ്രഥമ ഒരു പരിഗണന കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രമീകരണങ്ങളും, ഒരു അടിയന്തര സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടാൽ, മഴയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അത് നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പത്തനംതിട്ടയിൽ ചെയ്യുന്നുള്ള നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത്തരത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ ഉള്ളത്. അതിനുള്ള ക്രമീകരണമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ രാത്രിയിൽ മഴ പെയ്താൽ ഒരുപക്ഷെ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. അത് നിലവിൽ പമ്പയാറിലെ ജലനിരപ്പ് ഇപ്പോഴും സമാനമായ രീതിയിൽ തുടരുന്നു. നേരിയ കുറവുണ്ടെങ്കിലും മഴ പെയ്താൽ ഒരുപക്ഷെ വീണ്ടും വെള്ളം ഈ ഇറങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം ആറന്മുളയും തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിലാണ് വെള്ളപ്പൊക്ക ഭീഷണി തുടർന്ന്. ചെങ്ങന്നൂർ അടക്കം വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയാണ്. ചെങ്ങന്നൂരൊക്കെ മിക്ക സ്ഥലങ്ങളിലും പാണ്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഈ വീടുകളിൽ വെള്ളം കയറിയും റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുള്ള ഒരു അവസ്ഥയാണുള്ളത്. തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിൽ സമാനമായ രീതിയിൽ MC റോഡിൽ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ട രീതിയിൽ വലിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോയും ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയും ഈ തിരുവല്ലയിൽ, കുറ്റൂർ അടക്കമുള്ള മേഖലകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും രാത്രിയിൽ ഒരുപക്ഷെ അതിതീവ്ര മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഉണ്ടായ പോലെ തന്നെ ഒരു പ്രളയത്തിന്റെ പോലെ തന്നെ വീണ്ടും ഇത്തരത്തിൽ വെള്ളം കയറാനും അത് വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യം പറയുമെങ്കിൽ എല്ലാ ആളുകളെയും ആറന്മുളയില് എഴിക്കാട് കോളനികൾ, ആറന്മുള ക്ഷേത്രത്തിനുള്ള സമയങ്ങളിലുള്ള മിക്ക സ്ഥലങ്ങളിലെ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ ക്യാമ്പുകളിൽ എത്താൻ മടിച്ചവരെ പല ആളുകളും ക്യാമ്പുകളിൽ വരാൻ, ചില 2 നില വീടിന്റെ മേളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ക്യാമ്പിൽ വരാൻ മടിച്ചിരുന്നു. അവരെ കൃത്യമായി ക്യാമ്പുകളിൽ കൊണ്ടുവരാൻ ഇന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, സേനാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരെ വീടുകളിൽ നിന്നും ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ചെറിയ കുറച്ച് ആളുകൾ മാത്രമാണ് അത്തരത്തിലുള്ളത്. ബാക്കി എല്ലാ ആളുകളും ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവർക്കുള്ള ഭക്ഷണവും മരുന്നും ക്രമീകരണങ്ങളും എല്ലാം പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെ തിരുവല്ല അടക്കമുള്ള മല്ലപ്പള്ളിയും തിരുവല്ലയുമാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത്. 6000-ന് മുകളിൽ ആളുകൾ ഈ ക്യാമ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വെക്കുന്നത്. എന്തായാലും അതെല്ലാം നേരിടാനുള്ള ക്രമീകരണങ്ങൾ പത്തനംതിട്ടയിൽ സജ്ജമാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രത്യേക പരിഗണന പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥന്മാരുമായി കൂടി ആലോചിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. രേണുക.
ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ടതുമാണ്. കൂട്ടായാണ് നമ്മൾ കഴിഞ്ഞ തവണകളിലൊക്കെയും ഈ ദുരന്തത്തെ മറികടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൂട്ടായ ഒരു ഉത്തരവാദിത്തവും ശ്രമവുമാണ് ഈ ദുരന്ത സമയത്തും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്തായാലും നിർദ്ദേശങ്ങൾ പാലിക്കുക, അത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകൾ മാറുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് അനുസരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകളാണ് അവിടെ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.